നമുക്ക് അടുത്ത പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് ഇതൊക്കെ കുറെ പേര് ഒന്നും അറിയാത്ത പോലെ ഇരുന്നിട്ടുണ്ട്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണത്. ഓക്കെ, ഒരു ചോദ്യം. 40 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടിയും 50 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടിയുണ്ട്. 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് അല്ലെ, വളരെ അടുത്ത് തന്നെ 1 മീറ്റർ എന്ന് പറഞ്ഞാല്. അവരുടെ ഇടയിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ആ 40 കിലോഗ്രാം ഉള്ള കുട്ടി 50 കിലോഗ്രാം ഉള്ള കുട്ടീനെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, അതുപോലെ 50 കിലോഗ്രാം ഉള്ള കുട്ടി 40 കിലോഗ്രാം ഉള്ള കുട്ടീനെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. ആണല്ലോ, നമുക്കറിയാം അല്ലെ, അതാണ് ന്യൂട്ടൺ പറഞ്ഞത്. അപ്പൊ അവരുടെ ഇടയിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാണാൻ നമുക്ക് ഇക്വേഷൻ എന്താ, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. F equal to gm1 divided by d square. m1 40, m2 50, d ഇത് ജിന്റെ വാല്യൂ എല്ലാ ചോദ്യത്തിലും ഇതേ വാല്യൂ ആണ്. ഓക്കെ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇങ്ങനെ അതിനെ നമ്മൾ ഡെസിമൽ ആക്കി എഴുതുമ്പോ അല്ലെ 0.0 10⁻⁻7 ഒഴിവാക്കി എഴുതുമ്പോ 0.000000133. വലുതാണോ ചെറിയ ഫോഴ്സ് ആണോ? വലുതാണോ ചെറുതാണോ? ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്, വലുതാണോ? ചെറുത്. ചെറുത്, വളരെ വളരെ ചെറിയൊരു ഫോഴ്സ് ആണ്. ഒരു ന്യൂട്ടൺ പോലും തികച്ചില്ല, ഒരു ന്യൂട്ടനെക്കാട്ടി എത്രയോ ചെറുതാ. അപ്പൊ അതിൽ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മൾ അല്ലെ, നമ്മൾ അടുത്തിരിക്കുമ്പോ ന്യൂട്ടൺ പറഞ്ഞ എന്താ, ഏത് രണ്ട് ഒബ്ജക്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അവർ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ, അയാൾ അങ്ങോട്ടോ നിങ്ങൾ അങ്ങോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് പോവാത്ത, എന്താ പോവാത്ത, ഫോഴ്സ് വളരെ കുറവാണ്. അപ്പോ മാസ് ഈ 40ഉം 50നൊക്കെ പകരം 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആവുമ്പോ ഫോഴ്സ് കുറച്ച് വലുതാവും. ഓക്കെ, ഫോഴ്സ് കുറച്ച് വലുതാവില്ല, കാരണം മുകളിലല്ലേ, ന്യൂമറേറ്ററിലല്ലേ. ഇവിടെ ഈ 40ക്ക് 50ക്ക് ഒക്കെ പകരം ഈ 40ക്ക് 50ക്ക് പകരം ഒരു 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ അതിനകത്ത് 2 കോടി 3 കോടി ഒക്കെ ആണെങ്കിൽ വലിയ ഫോഴ്സ് വരും. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതുകൊണ്ടാണ് എർത്തിന് നമ്മൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താ, എർത്ത് നമ്മൾ എടുത്തു നോക്ക്, M1 എർത്തിന്റെ മാസം എത്ര നമ്മൾ പറഞ്ഞത്, ഏതാണ്ട് 6 × 10⁻23 കിലോഗ്രാം ആണ്. M2 എന്ന് പറഞ്ഞാൽ നമ്മളെ മാസം വിചാരിക്കും. ഇക്വേഷൻ നോക്കി നോക്ക്, ഈ 40ന് വരെ എർത്തിന്റെ മാസം ഒന്ന് അല്ലെ, കോടിക്കണക്കിന് കിലോഗ്രാം വരും. സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ള ഫോഴ്സ് വ്യത്യാസം വരില്ലേ, വലിയൊരു ഫോഴ്സ് ആയി, വലിയ ന്യൂട്ടൺ ആവില്ലേ. അപ്പൊ ആ ന്യൂട്ടൺ ഫോഴ്സോട് കൂടി നമ്മളെ ഭൂമി അട്രാക്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കട്ടോ. സിമ്പിൾ കാൽക്കുലേഷൻ, നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇതേ ഇക്വേഷൻ തന്നെ, ഇതിലെ വാല്യൂ ഒന്ന് മാറ്റിയാൽ മതി. എന്താണ്, a body of mass 50 kilogram and body of 60 kilogram are separated by distance 2 meter. What is the force of attraction between them? എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ 40ക്ക് പകരം 50ഉം 50ക്ക് പകരം 60ഉം ഈ 1ന് പകരം 2 ആക്കിയാൽ മതി കേട്ടോ. ചെയ്തു നോക്കല്ലോ, ചെയ്തു നോക്കണം കേട്ടോ, ഒരു ഐഡിയ കിട്ടാനാണ്. എക്സാമിന് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എന്താ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, നിങ്ങൾ ഉയർന്നു പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്, വളരെ വീക്കായ ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നാൽ വളരെ വീക്കായ ഒരു ഫോഴ്സ് ആണ്. അപ്പൊ എപ്പോഴാണ് ഇത് വലിയ ഫോഴ്സ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുക, മാസ് വളരെ വളരെ വലുതാകുമ്പോൾ മാത്രമേ എന്തുള്ളൂ, നമുക്ക് അത് ആയിട്ട് അനുഭവപ്പെടുള്ളൂ. അടുത്തത് നിങ്ങൾക്ക് എക്സാമിനില്ല, പക്ഷെ നിങ്ങൾക്ക് അതിനെ പറ്റി പഠിക്കാനുണ്ട്. എക്സാമിന് വരില്ല ഷുവർ കേട്ടോ, K+ൽ വരില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയണം. ഓക്കെ, ഇനി ഒരു ചോദ്യമാണ്, ഒരു മിനിറ്റ്. വൈറ്റ് ബോർഡ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ, പറ്റുന്നില്ലേ? അപ്പോ ഇത് സൂര്യന് ആണല്ലോ, സൂര്യന് ചുറ്റും ഭൂമി നമുക്ക് കറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. ഇത് ഇവിടെ ഭൂമി ഒരു നീല കളറായിക്കോട്ടെ, ആണല്ലോ. നിങ്ങൾക്ക് മുകളിൽ നിൽക്കിയാൽ ഏനോട്ടേറ്റ് ചെയ്യാൻ ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഡ്രോ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതില് വരയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഇതാണ്, ആരെങ്കിലും ആദ്യം ഒരാൾ മതി കേട്ടോ, ആരാദ്യം പറയണം, എല്ലാവരും കൂടി ഒരുമിച്ച് വരയ്ക്കണ്ട. ആരാ വരയ്ക്കുക, സിമ്പിൾ പണിയാണ്, സിമ്പിൾ ടാസ്കാ. ആരാ വരയ്ക്കാൻ റെഡി? സാധനം പറയാ, ആരാ വരയ്ക്കാൻ, ഒരാളെ പേര് പറയും, ആരാ റെഡി ആയിട്ടുള്ളത്? സിമ്പിൾ സാധനം, സിമ്പിൾ സാധനത്തിന്റെ പേരില്ല. പറയടാ, നീ റെഡിയാണോ, വരയ്ക്കാൻ റെഡിയാണോ?
സാർ അമൻ. ഓക്കെ, അമനാട്ടോ വരയ്ക്കാൻ പോകുന്ന. വേറെ ആരും വരയ്ക്കരുത്. അമൻ, ഇത് സണ്ണാണ്. ഇതാ ഇത് സണ്ണ്, ഇത് എർത്താണ്. ഓക്കെ, ഇത് എർത്താണ്. ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൂര്യൻ ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കറങ്ങുന്ന അതൊന്ന് വരച്ച് കാണിച്ചു തരും. നിങ്ങൾക്കറിയാം ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നുണ്ട്. ഓർബിറ്റ് വരയ്ക്കുന്നു. വരക്കി ഓർബിറ്റ് വരക്കി. എവിടെ വരയ്ക്കാൻ പറഞ്ഞ അവിടെ മോളിൽ ഡ്രോ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇല്ലേ? വരയ്ക്കുന്നില്ലേ നീ? വേറെ ആരെങ്കിലും വരയ്ക്കുന്നാല് എന്നാ വേറെ ആരെങ്കിലും വരച്ചോ. മോളിൽ ഡ്രോ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ആനോട്ടേറ്റ് ചെയ്യാം. വരച്ചോ, ഓർബിറ്റ് വരക്കി. സണ്ണിന് അറൗണ്ട് ഉള്ള എർത്തിന്റെ ഓർബിറ്റ് വരക്കി. ആർക്കും വരയ്ക്ക. എന്താ അങ്ങനെ ഒരു വര മാത്രം? എന്താ അങ്ങനെ എങ്ങനെയാണ്ട് ഓർബിറ്റ്? ആ കൃത്യം വരക്കി, കൃത്യം വരക്കി. എന്നാ വേറെ ആള് വരക്കി, വേറെ ആള് വരക്കി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാ. ഇതെന്താ അങ്ങനെ? അതിന് എർത്ത് ഇവിടെ ഉണ്ടടാ, എർത്ത് ഇവിടെ ഉണ്ട്. എർത്ത് അവിടെ ഉണ്ട്. ഇതാ അതാണ് എർത്ത്. അഞ്ഞു വരക്കി. അതിന്റെ ചുറ്റും ഓർബിറ്റ് വരക്കി. ഇങ്ങനെ എങ്ങനെ 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 അങ്ങനെയല്ല പോവാ, അങ്ങനെ വരക്കി. ബുദ്ധിമുട്ടുണ്ടെ ഞാൻ വരയ്ക്കാന്നറിയാം. ഓക്കെ, പ്രശ്നം തീർന്ന്. ആരും വരയ്ക്കണമെന്നറിയാം സാറേ, ഞാൻ ഡിസേബിൾ ചെയ്യുന്നുണ്ട്. ആർക്കും വരയ്ക്കാൻ കഴിയുന്നില്ല, ഓരോരുത്തരുടെ ഫോൺ ഹാങ് ആണ്. ഓക്കെ, അപ്പൊ പലരും പല ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഡിസേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നോക്ക്, പൊതുവേ ഉള്ള ധാരണ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു ആയിക്കോട്ടെ. സർക്കിൾ ആയില്ലേ? ഒരു സർക്കിൾ ഏതാണ്ടായില്ലേ? അല്ല, ചെറിയ വളവുകളൊക്കെ നമുക്ക് സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആണല്ലോ അല്ലേ? സർക്കിൾ ആയല്ലോ അല്ലെ? നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച ചിത്രം ഇതാണ്. എർത്ത് സണ്ണ് ചുറ്റും കറങ്ങുന്നത് ഇതുപോലെ സർക്കിൾ ഷേപ്പിലാണ്. ആണല്ലോ? അതിലാർക്ക് എതിർപ്പുണ്ടോ? മക്കളെ എതിർപ്പുണ്ടോ? വേഗം പറയും. അപ്പോ അല്ലെ, സണ്ണിന് ചുറ്റും ചെറിയ ക്ലാസ് മുതൽ പഠിച്ചാണ് സണ്ണിന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കറങ്ങാന്ന് പറഞ്ഞാൽ സർക്കിൾ ഷേപ്പിലാണ്. ഇത് തെറ്റാണ്, തെറ്റാണ് കേട്ടോ. സർക്കിൾ ഷേപ്പിലല്ല, കറങ്ങുന്നുണ്ടോ? ഓക്കെ, സർക്കിൾ അല്ല. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കണ്ടുപിടുത്തായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കണ്ടുപിടുത്തായിരുന്നു. എന്താന്ന് വെച്ചാല് ഒരുപാട് കാലം എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യന്മാർ ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഈ പ്ലാനറ്റ്സിനെ പറ്റിയിട്ട്. അപ്പൊ പല 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 പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് കാലം നമ്മളെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതിൽ ഒരു തെറ്റിദ്ധാരണ ഇതായിരുന്നു, സണ്ണിന് ചുറ്റും, അതായത് ഏതെങ്കിലും ഒരു സ്റ്റാറിന് ചുറ്റും പ്ലാനറ്റ്സ് സർക്കുലർ ഷേപ്പിലാണ് ഓർബിറ്റ് ചെയ്യുന്നത്. സർക്കിൾ അല്ല, പകരം ഇതുണ്ടോ ഈ ഷേപ്പ് ഉണ്ടോ നിങ്ങൾ? ഇതാ ഈ പെട്ടിയിലുള്ള ഷേപ്പ് ഉണ്ടോ? ഈ വരകൾ പോട്ടെ, ഈ വരകൾ പോട്ടെ, കണ്ടോ? ഷേപ്പ് ഉണ്ടോ? സർക്കിൾ ആണോ? സർക്കിൾ ആണോ? അല്ല, കോഴിമുട്ട ചെരിച്ചല്ലേ? കോഴിമുട്ട ചെരിച്ച ഷേപ്പ്. ഓവൽ ഷേപ്പ് എന്നൊക്കെ, ഓവൽ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. അത് മാത്തമെറ്റിക്കലി നമ്മൾ ഓവൽ എന്നല്ല ഇനി പറയാ. മാത്തമെറ്റിക്കലി ഈ ഷേപ്പിന് പറയാം നമ്മൾ എന്താ അറിയോ? എലിപ്സ്. എലിപ്സ് നിങ്ങൾ ഈ 10th പഠിക്കുന്നുണ്ട് തോന്നണം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ക്ലാസ്സിൽ പഠിക്കും. എലിപ്സ് എന്നാണ് ഈ ഷേപ്പിന്റെ പേര് കേട്ടോ. മാത്സിൽ എലിപ്സ്, കോഴിമുട്ട കിടത്തി വെച്ച പോലെ. അപ്പൊ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത്, സർക്കുലർ ഷേപ്പിലല്ല പ്ലാനറ്റ്സിന് ചുറ്റും ഭൂമി ആയാലും മറ്റ് പ്ലാനറ്റ്സ് ആയാലും പോകുന്നത്, എലിപ്സ് പോലെയുള്ള ഷേപ്പാ. അപ്പൊ നമ്മള് സർക്കിളിനെ സർക്കുലർ എന്ന് പറയില്ലേ? സർക്കുലർ എന്നല്ല പറയുന്നത്, സർക്കുലർ ഓർബിറ്റ് എന്നല്ല പറയല്. അപ്പൊ അതുപോലെ എലിപ്സ് നമ്മള് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. എലിപ്റ്റിക്കൽ. ഓക്കെ ആണോ? അപ്പോ കെപ്ലർ, ജോഹന്നാസ് കെപ്ലർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുമ്പും വേറെ ബൈക്കോട്ടാഹെ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു.
അവരൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് കെപ്ലർ ഈ പ്ലാനറ്റുകൾ അല്ലെ, ഗ്രഹങ്ങൾ, പ്ലാനറ്റുകൾ, ഭൂമി, മാർസ് ഒക്കെ പോലുള്ള ഗ്രഹങ്ങള് സണ്ണിന് ചുറ്റും കറങ്ങുന്നതിനെ പറ്റിയുള്ള നിയമങ്ങൾ പറഞ്ഞു. അതാണ് കെപ്ലേഴ്സ് ലോ ആയിട്ട് പറഞ്ഞത്. കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേഴ്സ് ലോസ് ഓഫ് മോഷൻ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഒരു പ്ലാനറ്റ് എങ്ങനെ കറങ്ങുന്നു അല്ലെ, നമ്മള് ന്യൂട്ടന്റെ 3 ലോസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എർത്തിലെ സംഭവങ്ങളൊക്കെ ആണ് അല്ലെ, എർത്തിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി പ്ലാനറ്റ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നതിനുള്ള ജനറൽ ആയിട്ട് ആദ്യമായിട്ട് ലോ ഉണ്ടാക്കി കെപ്ലർ ആണ്. അപ്പൊ ഫസ്റ്റ് ലോ പറയുന്നതാണ് സിമ്പിൾ ലോ, planets revolving elliptical orbit around the sun. ഓക്കെ ആണോ? അതാണ് കെപ്ലറുടെ ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. പ്ലാനറ്റുകളെ മോഷനെ പറ്റിയുള്ള ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ ആണോ? സിമ്പിൾ ലോ ആണ് അല്ലെ? ആ ഷേപ്പ് ഓർത്ത് വെച്ചാൽ മതി. ആ വരൊന്നും നോക്കണ്ട, ODOC OA ഉള്ള വര നോക്കണ്ട. ഒരു ഇതാണ് ഈ ഷേപ്പ്. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ലോ ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മീൻസ് മാത്തമെറ്റിക്കലി പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും അതിന്റെ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, സാറ് പറയാം, ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. കാരണം ഇത് കുറച്ചും കൂടി ഹയർ ടോപ്പിക് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, അത്ര അങ്ങോട്ട് തലയെ കയറ്റണ്ട. ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് മാത്രം, ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ ഇപ്പം പറയുന്ന കാര്യങ്ങൾ തലയെ കയറ്റിയാൽ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. ജസ്റ്റ് നോക്കുക, ഒരു പ്ലാനറ്റ് എന്തിനു ചുറ്റാ കറങ്ങുക? ഒരു സണ്ണ്, അല്ലെങ്കിൽ സണ്ണ് അല്ലെ സ്റ്റാർ അല്ലെ, നമ്മളെ കേസിൽ സണ്ണ്, നമ്മളെ സ്റ്റാർ സണ്ണ്. മൂപ്പരിപ്പോ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്കറിയാം സർക്കിളിന് ഒരു സർക്കിളിന് സെന്റർ ഉണ്ടാവും. എത്ര സെന്റർ ഉണ്ടാവും? സെന്റർ ഉള്ളു അല്ലെ? ആണല്ലോ. പക്ഷെ നമ്മളിപ്പം പറഞ്ഞ സർക്കിൾ ആണോ? അല്ല, എലിപ്സ് ആണ് അല്ലെ, ഈ ഷേപ്പ്. ഇയാൾക്ക് സെന്റർ എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമുക്ക് സർക്കിളിന് സെന്റർ പറഞ്ഞാൽ ഇയാൾക്ക് സെന്റർ ഇല്ല. എല്ലാവർക്കും തോന്നുന്നു അവിടെ ഒന്നും ഉണ്ടാവില്ലോ എന്ന്. അതല്ല, ഇതിന് സെന്റർ എന്നുള്ള, അതിന് മിഡ് പോയിന്റ് എന്ന് പറയാം. നമ്മുടെ സെന്റർ എന്ന് പറഞ്ഞ പോയിന്റ് പറയാനില്ല. 2 ആക്സിസുകളാണ്. ആക്സിസ്, സെമി മേജറും സെമി മൈനറും. അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോ +1 നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. അപ്പോ 2 ആക്സിസുകൾ ഉണ്ട്. അപ്പോ സണ്ണ് എന്താ ചെയ്യാ, ഇവിടെ സെന്ററിൽ ഇങ്ങനെ നിൽക്കല്ല ചെയ്യാ. സണ്ണ് ഇടക്ക് ഇങ്ങോട്ട് പോകും, എന്നിട്ട് ഈ പോയിന്റ് വരെ പോകും. അവിടെ എത്തിയതിനു ശേഷം തിരിച്ച് ഈ പോയിന്റിലേക്ക് പോകും. അപ്പൊ സണ്ണ് ഇവിടെ വെറുതെ നിൽക്കല്ല ചെയ്യാ. എന്താ ചെയ്യാ? പ്ലാനറ്റുകൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോ സണ്ണ് എന്ത് ചെയ്യും? ഇതിന്റെ ഇങ്ങോട്ടും ഈ പോയിന്റിന്റെയും ഈ പോയിന്റിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൺ ട്രാവൽസ് ബിറ്റ്വീൻ സെമി മേജർ ആൻഡ് സെമി മൈനർ ആക്സിസ്. ക്ലാസ്സിലെ പഠിക്കാൻ പറഞ്ഞല്ലേ, കൺഫ്യൂഷൻ ആവണ്ട. അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തലേ കയറ്റണ്ട. അങ്ങനെ നോക്കുമ്പോ സണ്ണ് ഇപ്പൊ തൽക്കാലം അവിടെ ഉണ്ട് വിചാരിക്കും. ഇവിടാണ് സണ്ണ്. ഒരു പ്ലാനറ്റ് ഇപ്പൊ ഉള്ളത് സീലാണ്. ഒരു പ്ലാനറ്റ് ഉള്ളത് സീലാണ്. ഡൗട്ടിന്റെ ഓൺ ദ സ്പോട്ട് ചോദിക്കണേ, വെച്ചേക്കരുത്. ഓക്കെ, കറങ്ങുന്നുണ്ട്, ഇങ്ങോട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, പ്ലാനറ്റ് കറങ്ങി ഡി എന്നുള്ള പോയിന്റിലെത്തി. പ്ലാനറ്റ് ഇപ്പൊ എവിടെ ഉള്ളത്? ഡിയില്. അപ്പൊ സി മുതൽ ഡി വരെ എടുത്ത സമയം ടി ആണ് വിചാരിക്കും. ടി എന്നുള്ള സമയം കൊണ്ടാണ് പ്ലാനറ്റ് സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തി, ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് ഈ 3 പോയിന്റ് വെച്ച ഒരു ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാം. ഇല്ല, ഒരു ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാം. ട്രയാങ്കിൾ ഒരു സ്പെഷ്യൽ ഒരു ഏരിയ ഉണ്ടാക്കല്ലേ. ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ നമുക്ക് A1 എന്ന് വിളിക്കാം അല്ലെ. ഈ ട്രയാങ്കിളിലെ ODC ട്രയാങ്കിൾ അല്ല, നല്ല ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പിന്റെ ഏരിയ A1 ആയിരിക്കും. ഇതേ പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങി, പിന്നെയും കറങ്ങി, ഇങ്ങനെ കറങ്ങി 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 A എത്തി വിചാരിക്കും. ഓക്കെ, A എത്തി, അതിനുശേഷം പിന്നെയും കറങ്ങി B എത്തി. ഓക്കെ, അന്നേരം A മുതൽ B വരെ, ഇങ്ങനെ A മുതൽ B വരെ എത്താൻ പ്ലാനറ്റ് എടുത്ത സമയം ഇതേ T തന്നെയാണെങ്കിൽ, എങ്ങനെ നേരത്തെ C മുതൽ D വരെ എത്താൻ എടുത്ത സമയം T, ഇപ്പോൾ A മുതൽ B വരെ എടുത്ത സമയം T തന്നെയാണെങ്കിൽ
ഇപ്പൊ ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ അല്ലെ, ട്രയാങ്കിൾ ഒ എ ബി എന്നുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ. അതിന്റെ ഏരിയനെ A2 എന്ന് വിളിച്ചാൽ, ഈ ഏരിയനെ A2 എന്ന് വിളിക്കുകയാണെങ്കിൽ എന്താണ് സെക്കൻഡ് ലോ പറഞ്ഞത്? ഈ സമയം ടി തന്നെയാണെങ്കിൽ, ഈ സമയവും ഈക്വൽ ആണെങ്കിൽ ഈ A1ഉം A2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈ ട്രയാങ്കിൾ ഒ ഡി സിയുടെ ഏരിയയും ട്രയാങ്കിൾ ഒ ബി എയുടെ ഏരിയയും ഈക്വൽ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തൽക്കാലം സ്റ്റേറ്റ്മെന്റ് എങ്കിലും മനസ്സിലാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. എന്റെ ഡെഫിനേഷൻ ആണ് സാറ് പറയുന്നത്. സാമിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും വരില്ല. ഓക്കെ ആണോ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരാള് കറങ്ങുന്ന സമയത്ത് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, അതായത് ടി സമയം കൊണ്ട് തന്നെയാണ് സി മുതൽ ഡി വരെ എത്താനെടുത്തതും എ മുതൽ ബി വരെ എത്താനെടുത്തതെങ്കിൽ അന്നേരം അവിടെ ഉണ്ടാകുന്ന ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ A1ഉം A2ഉം ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് തല പുകയ്ക്കണ്ട. ഓക്കെ, തല പുകച്ച് ഭ്രാന്താക്കണ്ട. ജസ്റ്റ് ഈ ഡെഫിനേഷൻ നോക്കാം. The line joining the planet and the sun sweeps equal area in equal interval of time. Okay, അങ്ങനെയാണെങ്കിൽ if the time of travel from A to B is same as of that from C to D, അതായത് t സമയം കൊണ്ടാണ് C മുതൽ D വരെ എത്തിയതും A മുതൽ B വരെ എത്തിയതും എങ്കിൽ the area of OAB and OCD will be equal. ഓക്കെ ആണോ? ആ ടൈം ഈക്വൽ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്നുള്ളൊരു ഡെഫിനേഷൻ വന്നത്. ഓക്കെ, അല്ലാണ്ട് തല പോക്കേണ്ട. മതി, അത്ര മതി. ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മതി കേട്ടോ. ബാക്കി നിങ്ങൾ ഉയർന്ന ക്ലാസ് പഠിക്കും. നിങ്ങൾക്ക് 9th എക്സാമിന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല. കാരണം എക്സ്ട്രാ നോളജ് ആണ് അല്ലെ, കുട്ടിയിരുന്ന് പഠിക്കുകയാണെങ്കിൽ അതൊക്കെ എക്സ്ട്രാ നോളജ് ആണ്. എക്സാമിന് ശരിക്കും ചോദിക്കില്ല എന്നാണ്, എന്നാലും ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അടുത്തത് തേർഡ് ലോ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം പീരീഡ് എന്താ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഒരു റൊട്ടേഷന്റെ പീരീഡ് അല്ലെ, കഴിഞ്ഞ ചാപ്റ്റർ സർക്കുലർ മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പീരീഡ്? സർക്കുലർ മോഷന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ പീരീഡ്? സർക്കുലർ മോഷനിലെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്താൻ വേണ്ട സമയം അല്ലെ. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ എത്താൻ, അതേ പോയിന്റ് തിരിച്ചെത്താൻ വേണ്ട സമയത്തിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ ഷേപ്പിലുണ്ടല്ലോ ഓക്കെ. അപ്പൊ ടൈം പീരീഡ് കണ്ടല്ലോ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സി എന്നുള്ള പോയിന്റിൽ നിന്ന് തുടങ്ങി സിയിൽ തന്നെ തിരിച്ചെത്താൻ സമയത്തിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയാം. ഓക്കെ, അതിന് നമ്മൾ ഓർബിറ്റൽ പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയും, ടി എന്നുള്ള ലെറ്റർ വെച്ചിട്ട് ആണല്ലോ. പിന്നെ ഒരു മീൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. മീൻ ഡിസ്റ്റൻസ് എന്താന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നോക്ക്, ഇപ്പൊ ഇവിടാണ് സണ്ണ്, ഇവിടാണ് പ്ലാനറ്റ്. ഈ ഡിസ്റ്റൻസ് ആണല്ലോ ഓടി. കുറച്ച് കഴിഞ്ഞിട്ട് പ്ലാനറ്റ് O എത്തി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ദൂരം എപ്പോഴും കോൺസ്റ്റന്റ് ആണോ? ഒരേ ദൂരമാണോ? മക്കളെ ഉത്തരം പറ. സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ദൂരം എപ്പോഴും ഒന്ന് തന്നെയാണോ? ODയും OAയും നോക്ക്. അല്ല. ഏതാ കുറവ്, ഏതാ കൂടുതൽ? OD കുറവാണ്, OA കൂടുതലാണ്, നമുക്കറിയാം. സോഷ്യൽ നിങ്ങൾ വേറെയും പഠിച്ചിട്ടുണ്ടാവും. സണ്ണും ഭൂമിയും തമ്മിലല്ലേ ഇടയ്ക്കിടക്ക് ദൂരം കുറയും, ഇടയ്ക്ക് ദൂരം കൂടും. നിങ്ങൾ സോഷ്യൽ ജോഗ്രഫിന്റെ ഭാഗമായിട്ട് പഠിക്കും. അത് തന്നെ നമുക്ക് കാര്യം ക്ലിയർ ആണ്. ഒരു പ്ലാനറ്റും ഒരു സണ്ണും തമ്മിലുള്ള ദൂരം എപ്പോഴും എന്തല്ല, കോൺസ്റ്റന്റ് അല്ല, അതായത് സ്ഥിരല്ല. ഇടക്ക് കൂടും, ഇടക്ക് കുറയും. അപ്പൊ ഒരു ആവറേജ് എടുക്കല്ലോ. ആ ആവറേജ് ദൂരമാണ് മീൻ ഡിസ്റ്റൻസ്. മീൻ ഡിസ്റ്റൻസ്. അപ്പൊ മീൻ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ്. ഓക്കെ ആണോ? അടുത്തത് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ആവറേജ് ഡിസ്റ്റൻസിനെ നമ്മൾ R എന്നാണ് പറയാം. ആവറേജ് ഡിസ്റ്റൻസിനെ സ്മോൾ ലെറ്റർ R, അതായത് മീൻ ഡിസ്റ്റൻസിന് R എന്നാണ് പറയാം. പിന്നെ ഈ ആവറേജ് ഓർബിറ്റൽ പീരീഡ് നമ്മൾ
ടി എന്നാണ് പറയാ. ഓർബിറ്റൽ പീരീഡിലെ കറങ്ങാൻ ആവശ്യമായ സമയത്തിനെ ക്യാപിറ്റൽ ലെറ്റർ ടി എന്നാണ് പറയാം. അപ്പൊ ഒരു മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ ആറിന്റെ ക്യൂബും ഈ ടിയുടെ സ്ക്വയറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നിങ്ങൾ എന്തിനാ അപ്പൊ ക്യൂബും സ്ക്വയർ ഒക്കെ ഇട്ടത്? ഓക്കെ, അങ്ങനെയാണ് ഒരു മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇതാണ് തൊട്ടതാ ക്യൂബ് ഓഫ് ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലാനറ്റ്, അതായത് ആർ ക്യൂബ് അല്ലെ, ക്യൂബ് ഓഫ് മീൻ ഡിസ്റ്റൻസ്, അതും സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഓർബിറ്റൽ പീരീഡ് അല്ലെ, ടിയുടെ സ്ക്വയറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് റെപ്രസെന്റേഷൻ. മാത്തമെറ്റിക്കൽ ആയിട്ട് ഇങ്ങനെ എഴുതാം, ആർ ക്യൂബ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. പറയുമ്പോ എങ്ങനെയാണ്? ദ cube of the mean distance of a planet from the sun is directly proportional to the square of its orbital period. ഓക്കെ ആണോ? അപ്പൊ ഇത് മൂന്നാണ് ന്യൂട്ടന്റെ അല്ല, കെപ്ലറുടെ ലോസ് ഓഫ് മോഷൻ ഓഫ് പ്ലാനറ്ററി മോഷൻ ഉണ്ടാവും. ജോൺസ് കെപ്ലേഴ്സ് ലോസ് ഓഫ് മോഷൻ റിലേറ്റഡ് ടു പ്ലാനറ്ററി മോഷൻ, കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണ്ട, ഇതിന്റെ അടിയിൽ ഭാഗങ്ങളൊന്നും നോക്കണ്ട കേട്ടോ, കൺഫ്യൂഷൻ ആവും. എക്സ്ട്രാ നോളജ് ആയിട്ടുള്ളതാണ്, എക്സാമിന് ചോദിക്കൂല, ശരിക്കും എക്സാമിന് ചോദിക്കില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ബന്ധപ്പെട്ട് ചിലപ്പോ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കും. ഇതുപോലെ മാത്തമെറ്റിക്കൽ ആയിട്ടൊന്നും നമ്മുടെ എക്സാമിന് ചോദിക്കില്ല, പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടം കൂടിയാണ് കേട്ടോ. അപ്പൊ 3 ലോസ് ആണ്. ഒന്നാമത്തെ ലോ പറയുന്നത് കറങ്ങുന്നതിന്റെ ഷേപ്പിനെ പറ്റിയിട്ട് അല്ലെ, പ്ലാനറ്റ്സ് റിവോൾവിംഗ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൗണ്ട് ദ സൺ, അതായത് കോഴിമുട്ട ചേർച്ച ആകൃതിയിലാണ് കറങ്ങുന്നത്, അല്ലാതെ സർക്കുലർ ഷേപ്പിലല്ല. ആ തെറ്റിദ്ധാരണ മാറ്റാം. രണ്ടാമത്തെ എന്താണ്? ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയ സ്വീപ്പ് ചെയ്യും ഒരു പ്ലാനറ്റ്. ബോധർ ചെയ്യണ്ട, അതിന്റെ മാത്തമെറ്റിക്കൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതുപോലെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ സി മുതൽ ഡി വരെ എത്താനുള്ള ടൈം ടി ആണെങ്കിൽ, എ മുതൽ ബി വരെ എത്താനുള്ള ടൈം ടി ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒ സി ഡിയുടെ ഏരിയയും ഒ ബി എയുടെ ഏരിയയും ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തത് ക്യൂബ് ഓഫ് ദ മീൻ ഡിസ്റ്റൻസ് അല്ലെ, ആറിന്റെ ക്യൂബും ടിയുടെ സ്ക്വയറും ഓർബിറ്റലിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, മതി. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ഭാഗങ്ങളൊന്നും നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ നോളജ് എന്നുള്ള നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ, നിങ്ങളത് +1 പഠിക്കുന്നുള്ളൂ. +1 ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നു. അപ്പൊ വീഡിയോ നമുക്ക് നിർത്താം. ഓക്കെ, അടുത്ത പീരീഡ് ഉണ്ടല്ലോ നിങ്ങൾക്ക് 11:15 11 മണിക്കോ സാർ? 11 മണിക്കോ? അങ്ങനെയാണ് നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ. ശരി, 11 മണി കഴിഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ശരി, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.